everyone, welcome back to yet another episode. അപ്പോൾ ഇന്നത്തെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചാലഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ ഡേ ടു ഡേ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ചാലഞ്ച് ഇതാണ്, പെർ ഹെഡിന്, അതായത് ഒരാൾക്ക് 50 ദിർഹംസ് വെച്ച് തരും. ടോപ്പ് ടു ബോട്ടം അത് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സും അതുപോലെ ചപ്പൽ എല്ലാം സെറ്റ് ചെയ്യുക. 50 ദിർഹംസിന്റെ അണ്ടറിൽ ഏറ്റവും അണ്ടറിലല്ല 50 ദിർഹംസ് വരാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുൾ ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്രൈസ് ഒന്നുമില്ല, പക്ഷെ അവരായിരിക്കും വിന്നർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് 50 ദിർഹംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡേ ടു ഡേ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറും. അവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇടാണ്. അപ്പൊ അതിൽ മാക്സിമം സാധനങ്ങൾ മേടിക്കണം, ഒരു ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം ആ ഒരു 50ലോ അല്ലെങ്കിൽ അണ്ടറിലോ. അപ്പോൾ നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുന്നതിൽ ഒരെണ്ണം 50 ദിർഹംസിലോ അണ്ടറിലോ വരണം. അത് രണ്ടാമത് ദ ബെസ്റ്റ് ലുക്ക് ആയിരിക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇത് അവിടെ നിൽക്കുന്നത്, ഐ വിൽ ഷോ. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹു വിൽ ബി ദ വിന്നർ. എന്താ ഈ ഒരു അബായാണ് ഇട്ടത്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അബായ മോഡലൊക്കെ ഇടുന്നത്. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഡേ ടു ഡേ തന്നെ മേടിച്ചു പറഞ്ഞതാണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. എന്താ നോക്കുന്നോ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ 18th ഫ്ലോറാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ലിഫ്റ്റും നമ്മൾ ഞെക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിൽ നമ്മൾ താഴേക്ക് പോകും. ആൻഡ് വൺ തിങ് ഇസ്, ഡേ ടു ഡേ പോകാനുള്ള വഴി നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ എത്താൻ. നമ്മൾ നേരത്തെ ഇതൊക്കെ മേടിച്ചത് വേറെ, അത് എവിടുത്തെ ഡേ ടു ഡേ വേറെ ഏതോ സ്ഥലത്ത് ഡേ ടു ഡേ ആണ്. അപ്പം ഫസ്റ്റ് ഇതായിരിക്കും വരുന്നത്, ദിസ് വൺ. ഇതാണ് കേട്ടോ എൻ്റെ അഭയം. തോക്കുമെന്ന് വിചാരിച്ച് എന്നെ കൊണ്ട് 50ന്റെ 49 ഒരെണ്ണം എടുപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഞാൻ എടുക്കത്തില്ല. ഇതെടുത്തു. ഇതിന് 35, ഇതിന് 9. 35 9 എത്ര? 35 10 45 ആണെങ്കിൽ 44. ഇനി എത്ര രൂപ ഉണ്ട്? 6. ബാ. സോ അപ്പം ഞാൻ എടുത്തത് ഇതാണ്. ദിസ് ഈസ് മൈ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ആൻഡ് ഈ കമ്മലും ഞാൻ വെട്ടിരിക്കുക. നമ്മളാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക, ഡേ ടു ഡേ റൈറ്റ് സൈഡിലാണ് എന്ന് പറയുമ്പോൾ ക്രോസ് ചെയ്യണം. ഇവിടെ ആണെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള ഒരു വഴിയും കാണുന്നില്ല. ഷോ എങ്ങനെ ക്രോസ് ചെയ്യും? ഇനിയിപ്പം ഇന്നത്തെ ഇത് ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കാണെങ്കിൽ അപ്പുറത്താണ് ക്രോസ് ചെയ്യേണ്ടത്. ഇവിടെ ആണെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഡേ ടു ഡേ അവിടെ വരുന്നത്. ലെറ്റ്സ് സീ. നമ്മൾ ലോക്കായിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഡേ ടു ഡേ തപ്പിപ്പോയിട്ട് കിട്ടാതെ ഇപ്പൊ അൽനാദ ഗിഫ്റ്റ് സെന്ററിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് മറ്റേ ഡേ ടു ഡേ പോലെ എല്ലാം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ബട്ട് നമുക്ക് നോക്കാം. 50% ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മൾ ഡ്രസ്സ് നോക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഇക്ക എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ അത് മാറ്റിയിട്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് എടുക്കാൻ പോയത്. അപ്പം നമുക്ക് നോക്കാം ബാക്കി. 50 ദിർഹത്തിനുള്ളിൽ എല്ലാം, അതായത് മാക്സിമം നമ്പർ ഓഫ് സാധനം ഉൾപ്പെടുത്തണം കേട്ടോ. ഇവിടുന്ന് എടുക്കാതെ മുകളിലേക്ക് പോവാണ്. താഴെ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു നല്ലപോലെ. ലെറ്റ്സ് സീ മുകളിൽ എന്തെങ്കിലും തോന്നും. അപ്പോൾ പർദ്ദ എടുത്ത് ടോപ്പും പാൻസും ആയല്ലോ, അല്ലെങ്കിൽ കോട്ട് സെറ്റ് നോക്കാം. ഓക്കെ, 29. ഫുൾ ഡ്രസ് ആയാലും കുഴപ്പമില്ലല്ലോ. ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ഒരു ഔട്ടർ ഡ്രസ്സല്ലേ ലാസ്റ്റ്. അപ്പൊ അത്രയും പോവും. 50 ഉണ്ട്.
കോട്ട് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോട്ട് സെറ്റ് എടുത്താൽ പാൻറ്റും ടോപ്പും അങ്ങനെ ആവും. പിന്നെ നമുക്ക് ബാക്കി അക്സസറീസ്. പക്ഷേ 49 എത്ര പിന്നെ എത്ര ആയിരിക്കും? 49 49 സെക്ഷനാണ്. ഫുൾ ഗൗൺ സെക്ഷനാണ്. ഇതിന് 10, ഇതിന് 10, 10, 20. ഇത് കൊള്ളാമോ? ഇതെനിക്ക് ചേരുവോ? ഐ മീൻ സൈസ് കറക്റ്റ് ആയിരിക്കോ? ബ്രൗൺ എങ്ങനെയുണ്ടടാ? ഇതാണെങ്കിൽ ഒരു കോട്ട് സെറ്റാണ്, വിച്ച് ഈസ് അറൗണ്ട് 29 വരും. മറ്റേ ക്രോഷറ്റ് ടോപ്പ് ഞാൻ മാറ്റി. ആൻഡ് ഇതാണെങ്കിൽ സംഭവം ഇത് ആക്ച്വലി നൈസാണ്. ഒരു ഫുൾ എന്താ പറയുക, ഒരു ഫുൾ മാക്സി ഡ്രസ്സാണ്, വിച്ച് ഈസ് അറൗണ്ട് 39 or 49 വരും. അപ്പം ഇതെടുത്താൽ പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്നെങ്കിൽ റേഞ്ച് കൂടുതലായിരിക്കും അങ്ങനെ. ഇപ്പോൾ ഇത് റേഞ്ച് എത്ര? ഇതൊരു കഫ്താനാണ്, 34, 35. ആൻഡ് ഇത് വരുമ്പോൾ 29, 30. പക്ഷെ ഇത് ഔട്ടറായിട്ട് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഇതിന് ടോപ്പും പാൻറ്റും വേറെ എടുക്കണം. അപ്പം ഞാൻ ഇതെടുത്താലോ എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് എത്രയായി? 30. ഒരു ഷാൾ കിടക്കാം, നല്ല രസമുണ്ട്. ഇത് പറ്റിയൊരു ഷാള്. കോൺട്രാസ്റ്റ് കളർ ഏതാ? കോൺട്രാസ്റ്റ് കളർ ഏതാ? ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് 3 രൂപ സേവ് ചെയ്തു ഗൈസ്. എത്ര അത്? 9 19. ഓൾറെഡി 9 ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി എത്ര? 39. 10. 41. 10, 10, 20 2 എടുത്തിട്ടുണ്ട്. മിക്കവാറും ഫസ്റ്റ് പ്രൈസ് അടിക്കാനാന്ന് തോന്നുന്നു. ഈ 29 3 എടുത്തിട്ട് ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. എത്ര? 9. എന്താണ് 20? കേട്ടിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 3 ടീഷർട്ട്, ഒരു പാൻറ്. സ്പോട്ടി 40. 40 ആണെങ്കിൽ ഫെയിലാവും. അതിനെല്ലാം 10. ഞങ്ങൾക്ക് ഉള്ളതിനെല്ലാം എടുക്കത്തെ വിലയും. ഉടുപ്പും ഒരു ഷാളും എടുത്തപ്പോഴത്തേക്ക് തന്നെ 40 എത്ര ഉണ്ടായി? 43 ആണ്ടായി. കൊറേ ആയില്ലേ? എന്നാ നിർത്തിക്കൂടെ? പക്ഷെ എന്നിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ 100 ദിർഹത്തിന് സാധനം. 50 എൻ്റെതും 50 പുള്ളിയുടേതും. എൻ്റെ ഇതിൽ 50 ഞാൻ 3 ദിർഹം സേവ് ചെയ്തിട്ടുണ്ട്. ബട്ട് എൻ്റെ ഓപ്പോസിറ്റ് ആള് സേവ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അപ്പം ഞാൻ പർച്ചേസ് ചെയ്തത് ഫസ്റ്റ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഞാൻ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഗേൾസിൻ്റെ പൊതുവെ ഭയങ്കര ഡ്രസ്സിന് ചാർജാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം ചാർജ് കുറവുള്ളത് വലിയ രസവും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എടുത്തത് 34.99 എന്ന് വെച്ചാൽ 35 ദിർഹത്തിൻ്റെ ഈ ഒരു കഫ്താനാണ്. ഫുൾ കഫ്താൻ, ഒരു മാക്സി ഡ്രസ്സ്. ഇതിന് വരുന്നത് 8.9, വിച്ച് മീൻസ് 9 ദിർഹത്തിൻ്റെ അതിന് പറ്റുന്ന ഷാളും. ആൻഡ് ഓൾസോ പിന്നെ വന്നതിൽ ഒരു 3 ദിർഹത്തിൻ്റെ ഇത്രയും കമ്മലുമാണ് ഞാൻ എടുത്തത്. സോ ഐ വിൽ ഷോ ദി ഔട്ട്ഫിറ്റ്. സോ അപ്പോൾ ഞാൻ എടുത്തത് ഇതാണ്. ദിസ് ഈസ് മൈ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. ആൻഡ് ഈ കമ്മലും
ഞാൻ എൻ്റെ എമൗണ്ടിലെടുത്താണ് 35,9+3. എനിക്ക് പിന്നെ ബാക്കി 3 വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. അപ്പോൾ യു ഹാവ് ടു കമൻറ്റ് ആരെയാണ് ഒരു ഗുഡ് ഔട്ട്ഫിറ്റ്, അല്ലെങ്കിൽ ആരാണ് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇതിൽ ഞാനാണ് വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സോ ദിസ് ഈസ് ദി ഔട്ട്ഫിറ്റ്. ഇതൊരു കഫ്താൻ ഡ്രസ്സാണ്, ലൈക്ക് ഫുൾ വരുന്നത്. ബാക്കിൽ ഇങ്ങനൊരു കെട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഡ്രസ്, അതിന് എത്ര ക്യാഷ് എന്നൂടെ പറയണം. 10 dirhams. ആ ഓക്കെ 10 dirhams. ഓക്കെ 10 dirhams. 11 yeah. ആ അതും 10 dirhams. അപ്പൊ അത് ഇതിൽ നിന്നൊരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ദിർഹംസിലെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ബിൽഡ് ചെയ്തേക്കുന്നത് ഇതാണ്. ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ടോപ്പ് വിത്ത് എ ബ്ലാക്ക് പാന്റ്. ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറയാൻ തോന്നുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. പാന്റ് സെയിം തന്നെയാണ്, പക്ഷെ വീണ്ടും ഒരു 10 ദിർഹത്തിന്റെ ഒരു കൈലാ തുടുപ്പെടുത്തിട്ടിട്ട് അതൊരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ആയി എന്നാണ് പറയുന്നത്. ഇതാണ് തേർഡ് ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു പാന്റിലേ ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം ഉണ്ട്. സോ ലെറ്റ്സ് സീ. അപ്പോൾ ദിസ് ഈസ് ദി ലാസ്റ്റ് വൺ. അപ്പൊ ടെക്നിക്കലി പറഞ്ഞാൽ ഇതാണല്ലോ ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് അല്ലേ? അവൻ ആ 3 എണ്ണം എക്സ്ട്രാ എടുത്തതല്ലേ ആ 50 ദിർഹത്തില്. അപ്പോൾ 50 ദിർഹം കോമ്പറ്റീഷനിൽ എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇതാണ്. ആൻഡ് ഹിസ് കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ഇസ് ദിസ്. സോ ഇതായിരുന്നു നമ്മളുടെ ഒരു ചാലഞ്ച്. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയക്ക് നമ്മൾ ചെയ്തതാണ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഡേ ടു ഡേ ആണ്, പക്ഷെ അതെല്ലാം ലാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അല്ലാതെ ഗിഫ്റ്റ് സെന്ററിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പൊ ടെക്നിക്കലി പറഞ്ഞാൽ ചാലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്നത്, കാരണം 50 ദിർഹത്തിനും മാക്സിമം നമ്പർ ഓഫ് പ്രോഡക്ട്സും അതുപോലെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ബിൽഡപ്പ് ചെയ്യാനാണ്. എനിക്ക് ഈ 2 എണ്ണവും കമ്മലും അല്ലാതെ 50 ദിർഹത്തിന് ഒന്നും മേടിക്കാൻ പറ്റില്ല. ബട്ട് ഹീ ബോട്ട് 1 2 3 4 ടീഷർട്ട്സ് ആൻഡ് 1 പാൻസ്. അപ്പൊ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ആവുകയും ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് പ്രോഡക്ട്സ് കൂടുകയും ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ 2 പേരുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റിൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ പറയുന്ന വിന്നർ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. ഞാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. If you like my video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.